തിരികെ വാർത്തകളിലേക്ക്. കണ്ണൂർ ഉളിക്കൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. മണിക്കടവിലാണ് കാട്ടാന ഇറങ്ങിയത്. വ്യാപകമായി വിളകൾ നശിപ്പിച്ചു. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട്. അമൽ, എപ്പോഴാണ് കാട്ടാന ഇറങ്ങിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ ഉളിക്കലിലെ മണിക്കടവിൽ ആണ് ഇന്നലെയോടുകൂടി കാട്ടാന ഇറങ്ങിയത്. ജനവാസ മേഖലയിലായിരുന്നു ഈ കാട്ടാന ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 10ലധികം കാട്ടാനകൾ വീടിന് സമീപം വരെ എത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ വ്യാപകമായ രീതിയിൽ വിളകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വനം വകുപ്പും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ഈ കാട്ടാനയെ രാത്രിയോടുകൂടി തുരത്തുകയായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ ഉളിക്കലിലും ഒപ്പം തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യമാണ്. കർണാടക അതിർത്തിയോട് ചേർന്നിട്ടുള്ള പയ്യാവൂർ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലായി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കാട്ടാനക്കൂട്ടത്തെ കണ്ടിരുന്നു. പാടാംകവല, ആടാംപാറ, ചന്ദനക്കാംപാറ, കന്മതപ്പാറ എന്നിവിടങ്ങളിലാണ് ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ടിരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ പടക്കം പൊട്ടിച്ചായിരുന്നു നാട്ടുകാരും വനംവകുപ്പും ഒക്കെ ഈ കാട്ടാനകളെ കാട് കയറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അടുത്ത ദിവസം വീണ്ടും മറ്റൊരു ഭാഗത്ത് ഈ കാട്ടാനക്കൂട്ടത്തെ കാണുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സമീപ പ്രദേശത്ത് പള്ളിമതിൽ കാട്ടാനക്കൂട്ടം തകർത്ത ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ കാട്ടാന ഭീതിയിലാണ് ഈ ഉളിക്കലിലെയും ഒപ്പം തന്നെ സമീപ പ്രദേശത്തെയും ജനങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവർക്ക് ആരാധനാലയങ്ങളിൽ പോകുവാനോ കടകളിലേക്ക് പോകുവാനോ തൊഴിൽ ചെയ്ത് ജീവിക്കുവാനോ സാധിക്കാത്തൊരു സാഹചര്യമാണ് എന്നൊരു പരാതിയാണ് ജനങ്ങൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നും ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ സ്വകാര്യ പറമ്പുകളിലെ വലിയ കാടുകളിലാണ് ഈ കാട്ടാനക്കൂട്ടം തമ്പടിച്ചു നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ ദിവസങ്ങളും കാട്ടാനയെ തുരത്തുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം വീണ്ടും പല ഭാഗങ്ങളായി കാട്ടാനക്കൂട്ടത്തെ കാണുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. വിദ്യ. ശരി അമൽ, വ്യക്തമാണ്. കണ്ണൂർ ഉളിക്കൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. മണിക്കടവിലാണ് കാട്ടാന ഇറങ്ങിയത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ് പാടിച്ചാൽ.